യുദ്ധത്തിന് മുന്നോടിയായി ടിപ്പു കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് കത്തെഴുതി. മലബാറിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് ഒഴുകിയ അഭയാർത്ഥികളെ കൈമാറണം എന്നും കൊച്ചിയുടെ അതിർത്തിയിൽ തിരുവിതാംകൂർ പണം കൊടുത്തു വാങ്ങിയ കോട്ടകൾ ഒഴിയണം എന്നതും ഒക്കെയായിരുന്നു ആവശ്യം. ധർമ്മരാജ എന്നറിയപ്പെട്ട കാർത്തിക തിരുനാൾ അതിന് തയ്യാറായില്ല. എന്നാൽ അത്രനാളും ടിപ്പു നേരിട്ട രാജ്യങ്ങളെപ്പോലെ ആയിരുന്നില്ല തിരുവിതാംകൂർ. മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന നെടുങ്കോട്ട, സാക്ഷാൽ രാജ കേശവദാസന്റെ നേതൃത്വം. അങ്ങനെ ആധുനിക സൈനിക പരിശീലനം കിട്ടിയ തിരുവിതാംകൂർ തയ്യാറായി. ആദ്യമായി ഒരു യൂറോപ്യൻ രാജ്യത്തെ തോൽപ്പിച്ച തിരുവിതാംകൂറും അവസാനമായി യൂറോപ്പിനെ തോൽപ്പിച്ച മൈസൂരും തമ്മിൽ നേർക്കുനേർ വന്നു. വെട്ടുകല്ലും മുളയും കിടങ്ങും ഒക്കെ അടങ്ങുന്ന 3 നിരകളുള്ള തിരുവിതാംകൂറിൻ്റെ അതിർത്തിക്ക് വെളിയിൽ പണിഞ്ഞ വലിയ കോട്ടയായിരുന്നു നെടുങ്കോട്ട. നെടുങ്കോട്ടയിലെ ദുർബല ഭാഗം നോക്കി തുണിയും കല്ലുമിട്ട് നികത്തി ടിപ്പുവിൻ്റെ സൈന്യം ആക്രമിച്ച് അകത്ത് കയറി. പക്ഷേ അതൊരു തന്ത്രമാണ് എന്ന് ടിപ്പു അറിഞ്ഞില്ല. കോട്ടയുടെ വശങ്ങളിൽ 200ഓളം നായർ പടയാളികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യത്തെ ഇവിടെ എത്തിച്ച് പരാജയപ്പെടുത്താൻ ആയിരുന്നു പദ്ധതി. അകത്ത് കയറിയ ടിപ്പുവിൻ്റെ സൈന്യത്തെ അവർ ചാടി വീണ് ആക്രമിച്ചു. ഇടുങ്ങിയിടത്ത് ഒന്നും ചെയ്യാനില്ലാതെ ടിപ്പു കുടുങ്ങി. ടിപ്പുവിൻ്റെ പട തോറ്റു. അവർക്ക് കനത്ത നാശനഷ്ടം നേരിട്ടു. അതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ടിപ്പുവിൻ്റെ മുന്നിലേക്ക് വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ചാടി വീണു. കളരി വിദഗ്ധനും അതിധീരനും ആയിരുന്ന പത്മനാഭപിള്ള പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തലവനും ആയിത്തീർന്നു. ആക്രമണത്തിൽ കുതിരപ്പുറത്തു നിന്ന് വീഴുകയും ടിപ്പുവിന് കാലിൽ വെട്ടേൽക്കുകയും ചെയ്തു. ടിപ്പുവിനെ പരിക്കുകളോടെ സൈനികർ രക്ഷപ്പെടുത്തി. ആ പരിക്ക് ആയുഷ്കാലം മുഴുവൻ തുടരുകയും ടിപ്പു ഒരു കാലിൽ മുടന്തുമായാണ് പിന്നീട് ജീവിക്കുകയും ചെയ്തത്. അങ്ങനെ തിരുവിതാംകൂർ ടിപ്പുവിനെ പരാജയപ്പെടുത്തി വാളും കൊടിയും പിടിച്ചെടുത്തു. ആ കൊടി ഇന്നും പത്മനാഭസ്വാമിയുടെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നു. തിരുവിതാംകൂർ അവരുടെ വിജയം ആഘോഷിക്കാൻ കിഴക്കേക്കോട്ടയിലെ ക്ലോക്കിൽ ഒരു മുസ്ലിം വേഷധാരിയുടെ തലയിൽ മുട്ടനാടുകളെ ഇടിക്കുന്ന ഒരു യന്ത്രം സ്ഥാപിച്ച് അതിന് മേത്തൻ മണി എന്ന് പേരിട്ടു. ആർക്കെങ്കിലും എതിരെ ടിപ്പുവിൻ്റെ ആദ്യ തോൽവിയായിരുന്നു അത്. തിരുവിതാംകൂറിനെ ജയിച്ച് മുഴുവൻ സൗത്ത് ഇന്ത്യയും കീഴടക്കും എന്ന് വീമ്പിളക്കി പത്മനാഭന്റെ കൊടിമരത്തിൽ കുതിരയെ കെട്ടാൻ വന്ന ടിപ്പു തിരിച്ചു പോയത് മുടന്തിയ കാലുമായാണ്. ഇത് ടിപ്പുവിന് വലിയ അപമാനമായി. പകരം വീട്ടാനും എങ്ങനെയും തിരുവിതാംകൂറിനെ തോൽപ്പിക്കാനും ടിപ്പു തീരുമാനിച്ചു. തൻ്റെ മുഴുവൻ സൈന്യത്തെയും സംഘടിപ്പിച്ച് ടിപ്പു വീണ്ടും നെടുങ്കോട്ടയിലേക്ക് പട നയിച്ചു. ആദ്യ ലക്ഷ്യം നെടുങ്കോട്ട തന്നെയായിരുന്നു. ഇത്തവണ സമയമെടുത്ത് പീരങ്കികൾ ഉപയോഗിച്ച് നെടുങ്കോട്ട ടിപ്പു പൂർണ്ണമായും തകർത്തു. ടിപ്പു സ്വയം പിക്കാസ് എടുത്ത് നെടുങ്കോട്ടയിൽ നിന്നും കല്ല് വെട്ടിയെടുത്താണ് പക തീർത്തത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ടിപ്പുവും ഫ്രഞ്ച് പട്ടാളവും തിരുവിതാംകൂറിനെതിരെ ആദ്യ വിജയം നേടി എന്ന് തന്നെ പറയാം. കാരണം നെടുങ്കോട്ടയായിരുന്നല്ലോ ടിപ്പുവിൻ്റെ ആദ്യ തടസ്സം. ഇതോടെ തിരുവിതാംകൂർ സൈന്യം നെടുങ്കോട്ടയിൽ നിന്നും പിന്മാറി. തിരുവിതാംകൂറിന് മറ്റു ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. ടിപ്പു തൻ്റെ സൈന്യവുമായി കൊടുങ്ങല്ലൂരിലേക്ക് കയറി. ഓർക്കണം, ഇപ്പോഴും പരമ്പരാഗത തിരുവിതാംകൂറിലല്ല, തിരുവിതാംകൂർ ഡച്ചുകാരിൽ നിന്നും വാങ്ങിയ ഭൂമിയിലാണ് ടിപ്പു. മതവെറി പൂണ്ട ടിപ്പു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും തകർത്ത് തരിപ്പണമാക്കി. ഇവിടെ ഉണ്ടായിരുന്ന വലിയ പള്ളികളും അമ്പലങ്ങളും തകർത്തതാണ് പിന്നീട് ടിപ്പുവിന് വലിയ തിരിച്ചടിയായി മാറിയത്. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം ആക്രമിച്ച് വിഗ്രഹം തകർത്തു. അമ്പഴക്കാട് സെമിനാരിയിലെ ജസ്യൂട്ട് പാതിരിമാരുടെ സംസ്കൃതവും തമിഴും ഒക്കെ അടങ്ങുന്ന പുരാതന ഗ്രന്ഥശേഖരം കത്തിച്ചു. ഫ്രഞ്ചുകാരുമായി ടിപ്പു ഉണ്ടാക്കിയ കരാറിന് ബദലായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി തിരുവിതാംകൂർ കരാറുണ്ടാക്കിയിരുന്നു. തിരുവിതാംകൂർ സൈന്യം കമ്പനിയുടെ സഹായം പ്രതീക്ഷിച്ച് ആലുവ പുഴയ്ക്ക് പിന്നിൽ നിലയുറപ്പിച്ചു. ടിപ്പുവിൻ്റെ ബൃഹത് സൈന്യവും പുഴയുടെ തീരത്തെത്തി. അവിടെ ടിപ്പുവിനെ കാത്തിരുന്നത് മൺസൂണാണ്. മൺസൂണിൻ്റെ പ്രഹരശേഷിയെപ്പറ്റിയുള്ള അറിവുകളോ ആ സമയത്ത് താമസിക്കാനുള്ള ഷെൽട്ടറുകളോ ടിപ്പുവിന് ഉണ്ടായിരുന്നില്ല. കോരിച്ചൊഴിയുന്ന മഴയിൽ ടിപ്പുവിൻ്റെ സൈന്യം വലഞ്ഞു. പെട്ടെന്നാണ് ആലുവ പുഴയിൽ വെള്ളം പൊങ്ങിയത്. ഇതിൽപ്പെട്ട് ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ വലിയൊരു ഭാഗം ഒലിച്ചുപോയി. കനത്ത നാശനഷ്ടമാണ് ടിപ്പുവിന് ഉണ്ടായത്. ഇത് പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഭടന്മാർ ഭൂതത്താൻകെട്ട് അണക്കെട്ട് പൊളിച്ചുണ്ടാക്കിയ വെള്ളപ്പൊക്കമാണ് എന്നും പറയപ്പെടുന്നു. എന്തായാലും അതോടെ ടിപ്പുവിൻ്റെ 2ാം ആക്രമണവും അവസാനിച്ചു. അസുഖങ്ങളും കാറ്റും മഴയും ടിപ്പുവിനെ തകർത്തു. അതിനിടെ മറ്റൊരു വാർത്ത ടിപ്പുവിനെ തേടി വന്നു.
തിരുവിതാംകൂറുമായുള്ള കരാർ പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി തൃച്ചിറപ്പള്ളി ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. അവർ താമസിയാതെ ബാംഗ്ലൂരിലേക്കും അവിടെ നിന്നും ശ്രീരംഗപട്ടണത്തിലേക്കും എത്തും എന്ന് മനസ്സിലായ ടിപ്പു വലിയ നാശനഷ്ടങ്ങളോടെ ആദ്യ പരാജയം അറിഞ്ഞ് തിരികെ പോയി. തിരുവിതാംകൂർ ആക്രമണം ടിപ്പുവിൻ്റെ അവസാനത്തിൻ്റെ തുടക്കവും ആയിരുന്നു. ബ്രിട്ടീഷ് സൈന്യം കോയമ്പത്തൂർ വഴി കർണാടക അതിർത്തിയിലേക്ക് നീങ്ങിത്തുടങ്ങി. ഹൈദരുടെ കാലം തൊട്ട് സ്വന്തമായിരുന്ന ഭൂമി അങ്ങനെ ടിപ്പുവിന് നഷ്ടമായി തുടങ്ങി. തിരികെ ശ്രീരംഗപട്ടണത്തിൽ എത്തിയ ടിപ്പു തോൽവി ഭയന്ന് മറാത്ത അടക്കമുള്ള രാജ്യങ്ങളോട് സന്ധിക്ക് ശ്രമം ആരംഭിച്ചു. കമ്പനി പട്ടാളം ബാംഗ്ലൂരിലേക്ക് എത്തി. അവർ ടിപ്പുവിൻ്റെ പൂന്തോട്ടമായ ലാൽബാഗ് ആക്രമിച്ചു. ടിപ്പുവിൻ്റെ ഉരുക്ക് കോട്ടയായിരുന്ന ഹൈദറിൻ്റെ ശവകുടീരം നിൽക്കുന്ന ബാംഗ്ലൂരിൻ്റെ പതനം കൂടി ഇത് കാണിക്കുന്നു. ഓർക്കണം, ബ്രിട്ടീഷുകാരെ അതിനു മുൻപ് മൈസൂർ തോൽപ്പിച്ചത് ഹൈദറിൻ്റെ കാലത്താണ്. ഇപ്പോൾ ഹൈദറില്ല. പകുതി സൈന്യം തിരുവിതാംകൂറിൽ നഷ്ടപ്പെട്ടു. ആ ടിപ്പുവിൻ്റെ പടിവാതിലിൽ കമ്പനി സൈന്യം എത്തി. പരാജയത്തിൽ നീർനിന്ന ടിപ്പുവിനെതിരെ പടനയിച്ചത് മറ്റൊരു പരാജിതനായിരുന്നു ലോർഡ് കോൺവലീസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര ഭടന്മാരോട് തോറ്റതിൻ്റെ നാണക്കേട് തീർക്കാൻ കോൺവലീസിന് ഈ വിജയം അനിവാര്യമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിൻ്റെ സർവ്വ പ്രതിരോധങ്ങളും തീർത്ത് ശ്രീരംഗപട്ടണം പിടിച്ചെടുക്കാൻ തയ്യാറായി. അവർ ടിപ്പുവിൻ്റെ കോട്ട വളഞ്ഞു. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചും പീരങ്കികൾ സ്ഥാപിച്ചും ടിപ്പു പലതവണ പ്രത്യാക്രമണം പ്ലാൻ ചെയ്തിരുന്നു. എങ്കിലും എല്ലാം അവർ പാഴാക്കി. ബ്രിട്ടീഷ് പട്ടാളം ശ്രീരംഗപട്ടണം ഉടൻ കീഴ്പ്പെടുത്തും എന്ന കാര്യം ഉറപ്പായി. തോൽവി സമ്മതിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ടിപ്പുവിന് മനസ്സിലായി. അതോടെ ടിപ്പു കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചു. ടിപ്പുവിൻ്റെ പകുതി രാജ്യം ബ്രിട്ടന് നൽകേണ്ടി വന്നു. 330 ലക്ഷം രൂപയും അബ്ദുൽ ഖാദർ, മിസ് ഉദിൻ എന്ന മക്കളെയും ബ്രിട്ടന് കൊടുത്ത് ടിപ്പു ബ്രിട്ടനുമായി കരാർ ഒപ്പിട്ടു. ഹൈദർ 2 തവണ പരാജയപ്പെടുത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ടിപ്പു തോറ്റു. സ്വന്തം മക്കളെ തടവുകാരാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുപോകുന്ന കാഴ്ച ടിപ്പുവിന് ഹൃദയഭേദകമായിരുന്നു. അതോടെ ടിപ്പു തകർന്നു തുടങ്ങി. പക്ഷേ ടിപ്പു വെറുതെ ഇരുന്നില്ല. ബ്രിട്ടനെ തുരത്താൻ വേണ്ട തന്ത്രങ്ങൾ ടിപ്പു ആലോചിച്ചു. മുസ്ലിം രാജ്യങ്ങളോട് ഇന്ത്യയെ ആക്രമിക്കാനും രാജ്യം പങ്കുവച്ച് എടുക്കാനും കരാറുകൾ ഏർപ്പെടുത്താൻ ടിപ്പു ശ്രമിച്ചു. അതിനുവേണ്ടി ധാരാളം കത്തുകൾ എഴുതി. വിവിധ മുസ്ലിം രാജ്യങ്ങളോടും നെപ്പോളിയനോടും ഒക്കെ ചേർന്ന് ബ്രിട്ടനെതിരെ ആക്രമണം നടത്താൻ പദ്ധതികളിട്ടു. പക്ഷേ ഒന്നും ഫലവത്തായില്ല. അവസാന മാർഗം എന്ന നിലയിൽ ഫ്രഞ്ച് ഗവൺമെന്റിനെ പിന്തുണ ഉറപ്പിക്കാൻ ടിപ്പു തീരുമാനിച്ചു. ഫ്രഞ്ചുകാരുടെ ജക്കോബിൻ ക്ലബിൽ അംഗത്വമെടുത്തു. ഫ്രാൻസിന്റെ കൊടി ടിപ്പു ഉയർത്തി പ്രതിജ്ഞയെടുത്തു. ഫ്രഞ്ച് ഹോണററി പൗരത്വം നേടി സിറ്റിസൺ ടിപ്പു എന്നറിയപ്പെട്ടു. ഫ്രാൻസുമായി സന്ധി ചെയ്ത ഏത് രാജ്യത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാടായിരുന്നു ലോർഡ് വെല്ലസ്ലിക്ക്. വെല്ലസ്ലിയുടെ പുതിയ കരാർ ടിപ്പു അംഗീകരിച്ചില്ല. അതിനിടെ മൗറീഷ്യസിൽ നിന്നും തനിക്ക് സഹായവുമായി 2 കമ്പനി ഫ്രഞ്ച് സൈന്യം വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച ടിപ്പു തൻ്റെ പ്രതിനിധിയെ അവിടേക്ക് അയച്ചു. അവിടുത്തെ ജനറൽ മലാട്രിക് ടിപ്പുവിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഫ്രഞ്ച് പൗരന്മാർ ടിപ്പുവിൻ്റെ പട്ടാളത്തിൽ ചേരണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ആകെ 100 പേരാണ് ഇതിന് തയ്യാറായത്. ഈ പ്രഖ്യാപനം ബ്രിട്ടനെ ചൊടിപ്പിച്ചു. അവർ യുദ്ധം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് സൈന്യം ടിപ്പുവിൻ്റെ കോട്ട ആക്രമിച്ചു. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ടിപ്പുവിൻ്റെ കോട്ട ആർക്കും തകർക്കാൻ പറ്റാത്തതാണ് എന്ന് കരുതപ്പെട്ടിരുന്നു. കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതി പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ കോട്ട തകർത്ത് അകത്ത് കയറി. ടിപ്പുവിൻ്റെ കോട്ടയ്ക്കുള്ളിൽ നിന്നും ചാരന്മാർ കൃത്യമായി വിവരങ്ങൾ നൽകിയിരുന്നു. ഇത്തവണ ബ്രിട്ടൻ ടിപ്പുവിൻ്റെ അവസാനം കുറിക്കാൻ വേണ്ടി തന്നെയായിരുന്നു പടനയിച്ചത്. കോട്ടയ്ക്കുള്ളിൽ കയറിയ ബ്രിട്ടീഷ് സൈന്യം ടിപ്പുവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി. ബ്രിട്ടീഷ് ഓഫീസർമാർ ടിപ്പുവിൻ്റെ അന്തഃപുരത്തിലെത്തി. പക്ഷേ അവരെയൊക്കെ ഞെട്ടിച്ച ഒരു കാര്യം അവിടെയെങ്ങും ടിപ്പു ഉണ്ടായിരുന്നില്ല എന്നതാണ്. സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു അവിടെ കൊട്ടാരത്തിൽ. ടിപ്പു അപ്പോഴേക്കും മരിച്ചിരുന്നു. ടിപ്പു രക്ഷപ്പെടാതിരിക്കാൻ മിർ സാദിഖ് എന്ന ടിപ്പുവിൻ്റെ ദിവാനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏൽപ്പിച്ചിരുന്നു. ഗേറ്റിനുള്ളിൽ ടിപ്പുവിനെ കുടുക്കുക എന്നത് അയാളുടെ ചുമതലയായിരുന്നു. സാദിഖ് അതിന് നേരത്തെ തന്നെ കരുക്കൾ നീക്കിയിരുന്നു. ടിപ്പുവിനെ അയാൾ പല പ്രാവശ്യം തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇല്ലാതാക്കി. പല കള്ളങ്ങളും പറഞ്ഞ് പലയിടത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി. ഗേറ്റുകൾ തകർന്നു എന്നും മറ്റും പറഞ്ഞ് ടിപ്പുവിനെ കോട്ടയ്ക്കുള്ളിൽ തടഞ്ഞിട്ടു. ഒടുവിൽ ടിപ്പുവിന് ചതി മനസ്സിലായെങ്കിലും ഒന്നും ചെയ്യാനില്ലായിരുന്നു. ടിപ്പു സാദിഖിനെ വെടിവെച്ച് കൊന്നു. അപ്പോഴേക്കും ബ്രിട്ടീഷ് പട്ടാളം അകത്തെത്തിയിരുന്നു. ടിപ്പുവിന് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലായിരുന്നു. തുടർന്ന് പടക്കളത്തിലേക്ക് എത്തിയ ടിപ്പു തൻ്റെ തോക്കുകൊണ്ട് 1-2 ബ്രിട്ടീഷ് പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നു. എന്നാൽ അപ്പോഴേക്കും മുഴുവൻ ബ്രിട്ടീഷ് സൈന്യവും അകത്തെത്തിയിരുന്നു.
ആ പട്ടാളക്കാർക്ക് ഇടയിൽ യുദ്ധത്തിൻ്റെ നടുക്ക് അയാൾ പെട്ടു. ബ്രിട്ടീഷ് ഭടന്മാർ അവിടെ വെച്ച് ആളറിയാതെ ടിപ്പുവിനെ വെടിവെച്ച് കൊന്നു. അത് ടിപ്പു ആണ് എന്ന് ആരും അറിഞ്ഞില്ല. കോട്ടയ്ക്കുള്ളിൽ ടിപ്പു ഇല്ലാത്തത് കാരണം പിന്നീട് നടത്തിയ തിരച്ചിലിൽ പട്ടാളം ടിപ്പുവിൻ്റെ ശരീരം കണ്ടെടുത്തു. അങ്ങനെ കേരളവും കുടകും മംഗലാപുരവും കണ്ട ആ ഭീകരത അവസാനിച്ചു. ടിപ്പുവിനെ പൂർണ്ണ ബഹുമതികളോടെ ബ്രിട്ടൻ സംസ്കരിച്ചു. ഭരിച്ചത് വെറും 17 വർഷമാണ്. പക്ഷേ താൻ കടന്നുപോയ ഇടങ്ങളൊക്കെ തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ അയാൾ മാറ്റി. ഗുരുവായൂരപ്പനെ തിരികെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും ടിപ്പു കുതിരയെ കെട്ടാൻ ആഗ്രഹിച്ച കൊടിമരത്തിൽ തിരുവിതാംകൂറിൻ്റെ കൊടി ഉയർന്നു കളിച്ചിരുന്നു.